ഹലോ ഹൈ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം കേട്ടോ. നമുക്കിന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിർഭരൻ്റെ ഈസി പാലപ്പം മിക്സ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ മുകളിൽ തന്നെ ഉണ്ടാവും ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എങ്ങനെയാണ്. ലൈറ്റ് ചൂടുവെള്ളത്തിൽ ഈ പാലപ്പം പൊടി മിക്സ് ഇടുക, അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇടുക, നന്നായിട്ട് ബീറ്റ് ചെയ്യുക, 1 മണിക്കൂർ അടച്ച് വെക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ മാവ് കുറച്ച് കഴിഞ്ഞാൽ പൊന്തി വരും. അപ്പോൾ നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ മുമ്പ് നമുക്ക് കുറച്ച് ജോലികളൊക്കെ ഉണ്ട്. ഇന്ന് നമുക്ക് സ്കിറ്റ് വീഡിയോ എടുക്കുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ സ്ക്രിപ്റ്റൊക്കെ എഴുതാൻ വേണ്ടി ഞാൻ കുറച്ച് നേരം പിടിച്ചു. അപ്പോൾ അത് കാരണം കൊണ്ട് തലേ ദിവസം പാത്രങ്ങളൊന്നും കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് കുറച്ച് പാത്രമൊക്കെ കഴുകിയേക്കാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പാത്രമൊക്കെ കഴുകി വെച്ച് കിച്ചനൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചിട്ടു. പാലപ്പം മിക്സ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാലപ്പം ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ദോശയൊക്കെ ഉണ്ടായി കഴിഞ്ഞു കേട്ടോ. ഇത് ഫോണിൻ്റെ ചാർജ് കുറച്ച് കുറവായ കാരണം കൊണ്ട് ഞാൻ ചാർജ് ഇട്ടേക്കാൻ സമയം കൊണ്ട് നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കി നല്ല പൂ പോലത്തെ വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളയപ്പത്തിലേക്ക് വേണ്ട ചട്നി ഉണ്ടാക്കുന്നത് നമ്മൾ ഇന്നിമോളാണ്. ഇന്നിമോൾ രാവിലെ തന്നെ മാക്സി ഒക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളന്ന് തിരുപ്പൂരിൽ പോയപ്പോൾ ഇത് ഞാനിട്ടതും തിരുപ്പൂർ നിർത്ത മാക്സിയാണ്, ഇന്നിമോളുടെ തിരുപ്പൂർ നിർത്ത മാക്സിയാണ്. അപ്പോൾ ഇന്നിമോൾ എന്താ ചട്നി എന്നിട്ട് വേണം വീട്ടിൽ അടി ഉണ്ടാക്കാൻ. അപ്പോൾ അവിടെ നിന്ന് കടുക് നിലത്തൊക്കെ വീണാൽ വീട്ടിൽ അടി ഉണ്ടാകത്തേ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നമ്മൾ ഇന്നിമോൾ ചട്നി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതെ, പാലപ്പത്തേക്ക് ശരിക്കും തേങ്ങാപ്പാൽ ഉണ്ടാക്കുക, ചട്നിയല്ല. ചട്നി നമ്മളെ സായ്കുട്ടിയൊക്കെ ഭയങ്കര കിടന്നുറക്കത്തിലാണ്. സായ്കുട്ടിയെ പോയി ചെങ്ങായി നീക്കാനായില്ലേ? എഴുന്നേക്കാൻ നോക്ക്. എന്ത് അല്ല മൊത്തം എക്സ്പോസൽ ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം സ്കിറ്റ് എടുക്കാൻ പോവാണ് കേട്ടോ. ശരിക്കും ഭയങ്കര ടെൻഷനുണ്ട്. എങ്ങനെയാണ് അഭിനയിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോയിക്കോ. ഞാൻ ആദ്യം മുതൽ ഉണ്ടാക്കിയിട്ട് വേണം. ഭയങ്കര സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ നിൽക്കുകയാണ്. പക്ഷെ ട്രബിൾ വെച്ച് നിൽക്കാൻ നേരല്ല പോരെ. അപ്പോൾ ക്യാരക്ടറിൻ്റെ ഡ്രസ്സൊക്കെ ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. എന്താ ഇവിടെ ഒന്ന് ഫുഡ് കഴിക്കണേ? നീറ്റാ സിറ്റോട്ട് വീട് കഴിച്ചാ? നീക്ക് എന്ത് സിറ്റോട്ട് സ്ഥലമില്ലാന്നോ? കഴിക്കാനാണ്. അങ്ങനെ നമ്മൾ സ്ക്രിപ്റ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ക്യാരക്ടറൊക്കെ റെഡി ആയിട്ടുണ്ട്, മറ്റേ സ്റ്റോറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തുള്ള ലൊക്കേഷനിലാണ് നമ്മൾ ഫസ്റ്റ് സീൻ എടുക്കാൻ പോകുന്നത്. കുറേ ദിവസത്തിന് ശേഷം എടുക്കുന്ന കാരണം കൊണ്ട് എനിക്ക് ഭയങ്കര സ്റ്റാർട്ട് ഉണ്ട്. ഒരു വീഡിയോ എടുക്കുന്നതിന് മുമ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ആളുകളെ അഭിനയിപ്പിച്ചാലുള്ളൂ എനിക്ക് ഒരു ഉഷാർ വരാം. ഞാൻ ആദ്യം തന്നെ എപ്പോഴും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇക്കാനും അത് അഭിനയിപ്പിക്കാം. അപ്പം ഞങ്ങൾ അഭിനയിപ്പിക്കാൻ പോവാം. അഭിനയിക്കല്ലേ? എന്താ സായിക്കുട്ടിയെ ഒരു ക്യാമറ പിടിക്കാൻ കൊടുത്തതിനാണ് ഓൻ്റെ മുഖം ഇങ്ങനെ. എന്ത് ക്യാമറ തൂക്കിയിട്ട് ഭാവിയിൽ വലിയ ക്യാമറമാനാണ് ആവേണ്ടത്. അപ്പം തന്നെ കഴുത്ത് വനിച്ചാലോ ഈ. അപ്പോൾ നമ്മളങ്ങനെ ഷൂട്ടിങ്ങിന് വേണ്ടി പോവുകയാണ്. നമ്മൾ 10 മണിയൊക്കെ വിരിയാൻ പോകുന്നുണ്ട്. കാരണം ഇത് 10 മണി സമയം ആയിക്കോളൂ. നമ്മൾ ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഒരു മാങ്ങ വീണെടുക്കുന്നുണ്ട്. കേട്ടോ. നമുക്ക് പോകുമ്പോൾ കൊണ്ടുപോകാം. ഇവിടെ ഈ മാവ് നമ്മളാണ്. അവരെ പറമ്പിക്കാൻ വീണെടുക്കണമെന്നുണ്ടെങ്കിലും ഈ മാവ് നമ്മളാണ്. ഞങ്ങൾ എന്ന് ഷൂട്ടിംഗ് എടുക്കുന്ന സമയത്തും ഈ ചെക്കൻ ഉണ്ടാവും. ഇത് കുറേ അങ്ങോട്ടിറങ്ങും, കുറേ ഇങ്ങോട്ടിറങ്ങും. അങ്ങനെ നമ്മൾ സ്ഥിരം ലൊക്കേഷനിൽ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇപ്പോൾ ഈ സ്കിറ്റ് വീഡിയോയിൽ നമ്മൾ വീട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ കാണിച്ചിട്ടുണ്ടാവുക ഈ വീടായിരിക്കും. ഈ വീട്ടിൽ പിന്നെ ഇവരെ മരുമക്കൾ ഇവരൊക്കെ ദുബായിലായ കാരണം കൊണ്ട് വീട് എപ്പോഴും ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കായിരിക്കും. അപ്പോൾ അവർ നമ്മളടുത്ത് പോയിട്ട് വീടിൻ്റെ അകത്തൊക്കെ കയറി ഷൂട്ട് ചെയ്തു തോന്നും. പക്ഷേ നമ്മൾ ഈ സിറ്റൗട്ടിൽ നിന്നിട്ട് ഷൂട്ട് ചെയ്യാറുള്ളൂ. വീടിൻ്റെ അകത്തൊക്കെ കയറിയിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്കും ഒരു കംഫർട്ടബിൾ അല്ല. നമ്മൾ അയൽക്കാരൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആട്ടോ. അവർ ദുബായിൽ നിന്ന് വന്നിട്ട് പറയും നമുക്ക് ദുബായിലിരിക്കുമ്പോൾ ഈ വീടൊക്കെ നിങ്ങൾ വീഡിയോ കൂടി കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണെന്ന്. മുകളിലത്തെ സീന് കഴിഞ്ഞു. ഇത് നമ്മൾ അടുത്ത ക്യാരക്ടറിനില്ല മോളാണിത്. ഞാൻ അഭിനയിക്കാൻ തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ അഭിനയിപ്പിച്ച് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഉഷാറ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അഭിനയിക്കാം. ഞാൻ ഇവരെ അഭിനയിക്കാം. ഇത് മറ്റേ ഇപ്പം ഇങ്ങനെ പറയും മോളെ ചെന്നും കൂടി ആലോചിച്ച് നോക്ക്. ഈ കാശ് കൊണ്ട് ഞാൻ വീടിൻ്റെ മുഴുവൻ കടം തീർത്താൽ പിന്നെ എൻ്റെ കുട്ട
ഞങ്ങൾ പുതിയ ലൊക്കേഷൻ തേടി പോകാൻ കേട്ടോ. സായിക്കുട്ടിയാണ് നമുക്ക് ലൊക്കേഷൻ കാണിച്ചിരുന്നത്. ഓന് ഇവിടെ കൂടി ഇഷ്ടമട്ടം പോയിട്ടുണ്ട് അത്രേ. അതെ, ഇഷ്ടമട്ടം പോയിട്ടുണ്ടെന്ന് പറഞ്ഞത്. പുതിയ വാക്ക് കിട്ടിയില്ല. ഇഷ്ടമട്ടം ഭയങ്കര ഡേഞ്ചറസ് സ്ഥലത്ത് കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ സായിക്കുട്ടി നമ്മളെ നല്ല ലൊക്കേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, ഈ ലൊക്കേഷൻ കൊള്ളാം. ഇവിടുന്ന് ചെയ്യാം അല്ലേ? അതല്ല മലയാളത്തിൽ പറഞ്ഞ ഇങ്ങോട്ട് പോരെന്ന്. ഓക്കെ അമ്മേ, പ്രകൃതി മരണം. ഇവിടെ സംസാരിക്കുകയാണെങ്കിൽ നോക്കിയൊക്കെ അല്ലേ, നമുക്ക് ചക്കനെടുത്ത് ചക്ക കിട്ടുമല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ഗായ്സ് അതാണ് നമ്മുടെ ലൊക്കേഷൻ. ചക്ക ആയിക്കോട്ടെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ. തൂങ്ങി നോക്ക്. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. ക്യാമറ റോളിംഗ് ആക്ഷൻ. മോളെ ഇജ്ജ് പറഞ്ഞ കാശ് ക്യാഷ് അല്ലേ? കായ് അത് വൈഫൈ ആണല്ലേ? ആക്ഷൻ പറഞ്ഞോ. ആക്ഷൻ ആക്ഷൻ പറഞ്ഞു നിനക്ക്. ആക്ഷൻ. മോളെ ഇജ്ജ് പറഞ്ഞ പൈസ അല്ലെങ്കിലും അന്ന അങ്ങനെ ഇട്ടെറിഞ്ഞ് പോയവനാ എന്ത് വിശ്വസിച്ചിട്ട് കുട്ടി കാത്തിരിക്കണം. ഓ ഉണ്ടാക്കി വെച്ച് കടം വിട്ടാൻ വേണ്ടിട്ട് എന്റെ കയ്യിലുള്ള സമ്പാദ്യം ചെലവാക്കിട്ട് എന്താ കുട്ടിയെ കാര്യം? അങ്ങനെ ആ സീൻ കഴിഞ്ഞു ഗായ്സ്. ഈ പർദ്ദ അങ്ങനെ തന്നെ എടുത്തേക്കാനുള്ളതാണ്. അപ്പം നിരത്ത് മുട്ടിണ്ടെങ്കിൽ ശരിയാവും. അതാണ് ഇങ്ങനെ പൊക്കി പിടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീണ്ടും നിങ്ങളവിടെ പിന്നിലുണ്ടോ? പിന്നുണ്ടാവും പാടില്ല. അങ്ങനെ നമ്മൾ അടുത്ത ക്യാരക്ടർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ചെരുപ്പുണ്ട്. ഗായ്സ് ഇതെന്റെ +1 കോസ്റ്റ്യൂമാണ് ഗായ്സ്. എനിക്കിപ്പോഴും കൊണ്ടു 17 വയസ്സ് 3 വയസ്സ് 3അല്ല 20 വയസ്സാ. 13 വയസ്സ് കൂടി. അപ്പോൾ ഇത് നമ്മളെ അടുത്ത കോസ്റ്റ്യൂമാണ് കേട്ടോ. സാരി അത് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മോളെ +2 യൂണിഫോമിന്റെ കൈ കുറച്ച് ടൈറ്റുണ്ട്. സാറല്ല അഡ്ജസ്റ്റ് ആക്കാം. 3 കൊല്ലം കഴിഞ്ഞിട്ടും മറ്റേ അതേ ഡ്രസ്സ് തന്നെ. വലിയ മാറ്റമൊന്നുമില്ല. നമ്മൾ എടുത്തു വെച്ചതാണ് ഡ്രസ്സ്. കാരണം നമുക്ക് സ്കിറ്റിന് ഇങ്ങനത്തെ ഒരു യൂണിഫോം ആവശ്യം. എന്റെ യൂണിഫോം ഇടാന്ന് വെച്ചാൽ വലിയ എക്സിക്യൂട്ടീവ് ആയി പോകും. അപ്പൊ അതിനാണ് നല്ലതല്ലേ. അപ്പം അങ്ങനെ അപ്പം നേരത്തെ ചെയ്തെടുക്കാൻ പോവാം. ഭയങ്കര ഇന്നൊരു മഴയൊക്കെ പെയ്ത കാരണം കൊണ്ട് വെയിലിന് കുറച്ച് ആശ്വാസമുള്ള കാരണം കൊണ്ട് വലിയ കുഴപ്പമില്ല. ആശ്വാസനം കിട്ടില്ലേ എന്നാ പോലെ. അങ്ങനെ 12:45 സമയം കേട്ടോ. നമ്മൾ ഒരു ചെറിയ ബ്രേക്ക് എടുത്തേക്കാണ്. ഇനി ഒരു ചായ കുടിച്ചിട്ടാവും ബാക്കി. അല്ലാണ്ട് ഇനി വയ്യ. പുറത്ത് ഷൂട്ടിനൊക്കെ പോയിട്ട് ആകെ സൺടാൻ അടിച്ചു. ചായ ഉണ്ടാക്കുന്നുണ്ടോ? കുറച്ച് ചായ ഉണ്ടാക്കി കുടിക്കാന്ന് വിചാരിച്ചു. ഞാൻ ദോശ കഴിക്കാൻ വന്നപ്പോൾ ഓനക്ക് ഇപ്പോൾ ദോശ കിട്ടിയേ പറ്റൂ. 2 ദോശയൊക്കെ അതുപോലെ ഇല്ലാത്ത ദോശ. ഞാനിപ്പോൾ ഈ കാണിച്ച സ്കിറ്റ് വീഡിയോ നമ്മുടെ ചാനലിൽ പുതിയ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതാണ് കേട്ടോ. ഇനിയും പുതിയ ചാനലിനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും കമൻറ്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്ത് വെക്കാം. എല്ലാവരും കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കും കേട്ടോ. അതിൽ ഞാൻ നമ്മൾ ഈ ചാനൽ നമ്മൾ മുൻപൊക്കെ പോസ്റ്റ് ചെയ്തിരുന്ന സ്കിറ്റ് വീഡിയോസ് ഇല്ലേ, അതെല്ലാം ആ ചാനലിലും അപ്ലോഡ് ചെയ്തിരിക്കുന്നു കേട്ടോ. അപ്പോൾ അത് പഴയ വീഡിയോസ് മാത്രമുള്ള ചാനലാണെന്ന് വിചാരിച്ചിട്ട് ആരും തിരിച്ചു പോകേണ്ട. അതിൽ പുതിയ വീഡിയോ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരും. പക്ഷേ നമ്മൾ ഇതിലത്തെ എല്ലാ സ്കിറ്റ് വീഡിയോയും ഞാൻ ആ പുതിയ ചാനലിലേക്ക് ഇടണമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. പുതിയ സ്കിറ്റ് വീഡിയോസൊക്കെ നമ്മളിനി ആ ചാനലിലായിരിക്കും ഉണ്ടാവുക. നമ്മള് അടുത്ത ഷൂട്ട് എടുക്കാൻ വായിന്നോ പിന്നെ വെളിച്ചം പോയി. ശരിയായോ? ഏകദേശം അടിയിലാക്കണോ?
പേടിയൊന്നുമില്ല, കത്തെഴുതേ നന്നായി എഴുതു. വേഗം വേഗം എഴുതി കൂടി ചെല്ല് വേഗം. നമ്മൾ കത്തെഴുതുകയാണ് ഗായ്സ്. ഞാൻ ഒന്നും വേണമെന്ന് വിചാരിച്ചല്ല. പെട്ടെന്നാവട്ടെ. വിളിച്ചു പോണ്. എന്താ കത്തെഴുതുന്നു ഉഷാറ്? ഒരു കയ്യബദ്ധം മാറ്റിക്കരുത്. അല്ല, എന്നോട് ഞാൻ ക്ഷമിക്കൂല. മതി വേമായോ, വിളിച്ചും പോകും. തുള്ളി വെള്ളം കിട്ടാതെ പണ്ടാറടങ്ങി ചാകും എന്ന് നിന്റെ സ്വന്തം എക്സ് വൈഫ്. മൊത്തം അവിടെ തന്നെ നമ്മൾ കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ അതിൻ്റെ ബാക്കി ഷൂട്ടിങ് ചെയ്യാൻ പോകുന്നത്. ചില സ്കിറ്റുകൾ അങ്ങനെയുണ്ടോ, നമ്മൾ കുറച്ച് ഭാഗം എടുത്തിട്ട് പിന്നെ അതെന്തൊക്കെയോ കാരണത്താൽ മുടങ്ങിപ്പോവും. അങ്ങനെ മുടങ്ങിപ്പോയിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സ്കിറ്റാണ് നമ്മൾ കംപ്ലീറ്റ് ആക്കുകയാണ്. മറക്കണ്ട, നമ്മുടെ പുതിയ ചാനലാണ്, നമ്മൾ പുതിയ സ്കിറ്റുകൾ വരാം കേട്ടോ. അപ്പോൾ ഈ സ്കിറ്റ് ഒന്ന് കംപ്ലീറ്റ് ആക്കട്ടെ. ശരിക്കും നമ്മൾ പുതിയ ചാനൽ തുടങ്ങിയിട്ട് ഞാൻ ആദ്യം ഷൂട്ടിങ് തുടങ്ങിയ സ്കിറ്റ് വീഡിയോ ഇതായിരുന്നു കേട്ടോ. പക്ഷേ എന്തൊക്കെ കാരണത്താൽ ഈ വീഡിയോ നമുക്ക് പൂർത്തിയാക്കാൻ ഇത്തിരി സമയം വേണ്ടി വന്നു. അതിൻ്റെ മുമ്പ് 2 സ്കിറ്റ് വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്യുകയും ചെയ്തു കേട്ടോ. പക്ഷേ ഈ വീഡിയോ കുറച്ച് വൈകി ഷൂട്ട് ചെയ്താലും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് പലരും ചോദിക്കുന്നുണ്ട്. സെക്കൻഡ് പാർട്ടിൻ്റെ കഥ ഇപ്പോഴും എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് അങ്ങനെ ഒരു കഥ മനസ്സിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. പുതിയ ചാനൽ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.